ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സെം 2ൻ്റെ കെമിസ്ട്രി ക്ലാസ്സസ് ആണിത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ്. വെള്ളിയാഴ്ച എക്സാം അല്ലേ, അപ്പോൾ അതിനൊരു റിവിഷൻ മോഡലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. അതുപോലത്തെ ഒരു ക്ലാസ്സാണ്. ഫസ്റ്റ് മൊഡ്യൂളാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഞാൻ എല്ലാ മൊഡ്യൂളും ഫ്രൈഡേ എക്സാമിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൊഡ്യൂൾ 1 ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ടെർമിനോളജി ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് എന്താ? സിസ്റ്റം, സറൗണ്ടിങ്ങും യൂണിവേഴ്സൊക്കെയാണ് മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ വിച്ച് ദ ഒബ്സർവേഷൻ ആർ മെയ്ഡ്. നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സിസ്റ്റം. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്സർവേഷനൊക്കെ എടുക്കുന്ന ആ ഭാഗത്തിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് സിസ്റ്റം ഉണ്ട്. ഹോമോജീനിയസ് സിസ്റ്റം ഉണ്ട്, ഹെട്രോജീനിയസ് സിസ്റ്റം ഉണ്ട്. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ ഫേഴ്സസേ ഉണ്ടാവുള്ളൂ, കണ്ടെയ്ൻ ഓൺലി വൺ ഫേഴ്സ്. ഇറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ത്രൂ ഔട്ടാണ്. ഹെട്രേഷ്യസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടെയ്ൻ 2 or more ഫോഴ്സസ്. ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. അതെന്താണ്? യൂണിഫോം അല്ല. അതുപോലെ രണ്ടോ അതിലധികമോ ഫോഴ്സസ് അതിലുണ്ട്. ഇനി എന്താ സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് യൂണിവേഴ്സ് എക്സ്ക്ലൂഡിങ് സിസ്റ്റത്തിന് ചുറ്റുമുള്ള സറൗണ്ടിങ്ങിനെ പറയുന്നതാണ് സറൗണ്ടിങ് എന്ന്. അതുപോലെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സറൗണ്ടിങ്ങും കൂടി ചേരുമ്പോഴാണ് യൂണിവേഴ്സായിട്ട് മാറുന്നത്. ഇനി കുറേ ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. കുറേ ടൈപ്പല്ല, 3 ടൈപ്പ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ബോയിലിംഗ് വാട്ടറിനെ ഓപ്പൺ ബീക്കർ. ഒരു ഓപ്പൺ ബീക്കറിൽ വെള്ളം തിളപ്പിക്കുക. ഇനി അടുത്തത് ക്ലോസ് സിസ്റ്റം എന്താണ്? ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ദ മാറ്റർ ബട്ട് എക്സ്ചേഞ്ച് ഓഫ് ദ എനർജി ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതിലെന്താണ്? മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല, പക്ഷേ നമ്മുടെ എന്താ പറയുക, എനർജി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളം ഒരു കപ്പിൽ വെള്ളം ചായ ചൂടാക്കിയിട്ട് വെച്ചത് കുറച്ച് കഴിഞ്ഞാൽ എന്താ, അത് തണുത്ത് പോവും, ചായ ചൂടൊക്കെ പോവും. അപ്പോൾ അതിനെ പറയുന്ന അതിൽ ചായയുടെ അളവിനൊരു കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള എനർജി, ആ ഒരു ചൂട് പോയിട്ടുണ്ടായിരിക്കും. അതിനെ പറയുന്നതാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന്. ഓക്കെ, ദെൻ അടുത്തത് എന്താ പറയുക, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് അടച്ച് വിചാരിക്കുക. അടച്ച് വെച്ചാലും അത് തണുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് വേപ്പറായിട്ട് വീണ്ടും അതിൻ്റെ വെള്ളമായിട്ട് മാറിയിട്ട് വീണ്ടും ആ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ചാടും. അതാണ് സംഭവം ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ. എനർജി മാറ്ററും തമ്മിലൊരു എക്സ്ചേഞ്ചും ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ ദാറ്റ് ഈസ് ടേക്കൺ ഇൻ ദ തെർമോ ഫ്ലാസ്ക്. ഇനി അടുത്തത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ദ കളക്റ്റീവ് ബിഹേവിയർ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ എ മാക്രോസ്കോപ്പിക് സിസ്റ്റം. ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ എടുക്കുമ്പോൾ തെർമോഡൈനാമിക്കിൻ്റെ കളക്റ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, സർഫേസ് ടെൻഷൻ എക്സെട്ര. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ എമൗണ്ട് ആൻഡ് ദ സൈസ് ഓഫ് ദ മാറ്റർ പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ എമൗണ്ട് ആൻഡ് സൈസ് ഓഫ് ദ മാറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ എനർജി ആൻഡ് മാറ്റർ, അല്ലെങ്കിൽ എനർജി ആൻഡ് മാറ്റർ അല്ല, ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ എമൗണ്ട് ആൻഡ് ദ സൈസ് ഓഫ് ദ മാറ്റർ. ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് പറയുമ്പോൾ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞൊരു എക്സാമൊക്കെ ആയില്ല. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ സൈസ് ആൻഡ് എമൗണ്ട് ഓഫ് ദ മാറ്റർ.
പിന്നെ അതേപോലെ അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. ടെമ്പറേച്ചർ, പ്രഷർ, TPV, ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി എക്സെട്ര ആർ ദ എക്സാമ്പിൾസസ്. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ സൈസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ദ മാറ്റർ. അതിൻ്റെ എക്സാമ്പിളാണ് മാസ്, വോളിയം, അതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസാണ് എന്ന് പഠിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് ഇവിടെ നിർത്താണ്. ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂൾ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം. വെള്ളിയാഴ്ച എക്സാമാണ്, അപ്പോൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.